വാസ്തുതർക്കത്തിന്റെ പേരിൽ പാലക്കാട് വടകരപ്പതിയിൽ ശ്മശാന ഭൂമിയിലെ കല്ലറകൾ JCB ഉപയോഗിച്ച് നികത്തി. പണം നൽകി കരാറുണ്ടാക്കിയെങ്കിലും ഉടമ മരിച്ചുപോയതോടെ ഭാര്യയും കുടുംബവും കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതോടെയാണ് പ്രദേശവാസികൾ വർഷങ്ങളായി ശ്മശാന ഭൂമിയായി ഉപയോഗിക്കുന്ന പൂർവികരുടെ കല്ലറകൾ JCB ഉപയോഗിച്ച് നികത്തിയത്. ഇത് പാലക്കാട് വടകരപ്പതി പഞ്ചായത്തിലെ ഒരു ശ്മശാന ഭൂമിയാണ്. എലിപ്പാറയിലെ ശ്മശാന ഭൂമി. നിരവധി പേരെ അടക്കം ചെയ്ത സമാധികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്ലറകൾ ഒരു രാത്രി വെളുക്കുമ്പോഴേക്കും ഉഴുതുമറിച്ചിട്ടു. ഒരു രാവ് വെളുത്തപ്പോൾ തങ്ങളുടെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറകൾ കാണാനില്ല. രാത്രിയുടെ മറവിലായിരുന്നു JCB ഉപയോഗിച്ചുള്ള എലിപ്പാറയിലെ ശ്മശാന ഭൂമി നികത്തൽ. ഞങ്ങളുടെ പൂർവികരൊക്കെ ഇവിടെ അടക്കം വേണ്ടി 2008 വാങ്ങിച്ച ഇടമാണ് മകന്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊരു വിശ്വാസത്തിലാണ് ഈ അമ്മയ്ക്ക് കാശ് കൊടുത്തത്. വിശ്വാസം, നമുക്ക് വിശ്വാസമല്ലേ വലുത്. അപ്പോൾ നമ്മൾ കാശിനെ കൊടുത്തു. അവർ നമ്മുടെ അടുത്ത് ഇത്ര കാലമായിട്ട് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല. മരിപ്പടക്കം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ ജനുവരി കഴിഞ്ഞതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. മരിപ്പ് കൊടുന്ന് അടക്കം പണം വിടില്ല എന്ന്. 2008 മുതൽ ശ്മശാനമായാണ് ഈ ഭൂമി ഉപയോഗിക്കുന്നത്. സ്ഥലമുടമയിൽ നിന്ന് പണം കൊടുത്ത് കരാറും എഴുതി വാങ്ങി. എന്നാൽ ഇതിനിടെ ഉടമ മരിച്ചു. ഉടമയുടെ ഭാര്യ ഇപ്പോൾ പറയുന്നത് സ്ഥലം നൽകാനാകില്ലെന്നാണ്. 1 ലക്ഷം വില അന്ന് പറഞ്ഞു. 95,000 കൊടുത്തിട്ടുണ്ട്. ഇനി 5,000 രൂപ ബാലൻസ്, അതും അവർ പിന്നീട് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണ് അവർ നമ്മളെ കബളിപ്പിക്കുന്നത്. തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഒരു രാത്രി ഭൂമിയിലെ കല്ലറകൾ ഇല്ലാതാക്കിയത്. സ്വന്തം ഉറ്റവർ അന്തിയുറങ്ങുന്നത് എവിടെയെന്ന് പോലും കണ്ടുപിടിക്കാനാകാതെ കണ്ണീർ വാർക്കുകയാണ് ബന്ധുക്കൾ. നമ്മൾ ഒരു നാടൻ ഭാഷയിൽ പറയില്ല, അതായത് മരിച്ച് സമാധാനത്തിൽ കിടക്കാൻ ഇനി ചത്താലേ പറ്റുള്ളൂ. അതും കൂടി പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം തെളിഞ്ഞിരിക്കുന്നത്. ചത്തവിടെ അവർക്ക് സമാധാനം ഉണ്ടോ പറയും? ഇവർ വന്ന് എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞു പോയി. ഇപ്പോൾ അതാണ് അവർ പറയുന്നത്. ഞങ്ങളിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനുമായിട്ട് ഇവരൊരു കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും പോയിട്ട് അവിടെ പോയി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടും ശ്മശാന ഭൂമി തിരിച്ചു വേണമെന്നും കാണിച്ച് കൊഴിഞ്ഞാമ്പാറ പോലീസിനെയും നാട്ടുകാർ സമീപിച്ചു. സ്ഥലം കൊടുക്കാനാകില്ലെന്ന് തന്നെയാണ് ഉടമയുടെ നിലപാട്. നിലവിലെ സ്ഥിതി തുടരാനും ബാക്കി കോടതി കേൾക്കട്ടെ എന്നുമാണ് പോലീസ് പറയുന്നത്. അതിനു മുമ്പ് ഇവിടെ 50 മസാന ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ 50 പേര്. അപ്പൊ പറയാലോ എഗ്രിമെന്റ് 11 മാസത്തോടെ കഴിഞ്ഞു, ഇവിടെ ആരും ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ അച്ഛനെ ഇടാൻ വരുന്ന സമയത്താണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തത്. വൈകുന്നേരം 6 മണി വരെ ഉഴുതിട്ടില്ല, രാത്രിയാണ് ഉഴുതിരിക്കുന്നത്. കാലത്ത് ഈ കന്നുകാലികൾ കാട്ടാൻ വന്നപ്പോൾ അവർ കണ്ടിട്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഇന്ന പോലെ സംസ്ഥാനം ഉഴുതിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മൊത്തം ഉഴുതിട്ടിരിക്കുകയാണ്. നിയമത്തിന്റെ സാങ്കേതികത്വം കൊണ്ട് ഒരുപാട് പേരെ അടക്കം ചെയ്ത ഈ ഭൂമി തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുതെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം അപേക്ഷിക്കുന്നത്. അതിനായുള്ള ഇടപെടലാണ് ആവശ്യം. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.